എക്കോ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. Protection setup exceptional. But sometimes protection and restriction, they both look the same. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ സിനിമയുടെ കഥ നോൺ ലീനിയർ ആയിട്ട് പറയുന്നത് കൊണ്ട് പല ആളുകൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് സിനിമയുടെ കഥ ക്ലാരിറ്റിയോടെ ഓർഡറിലൊന്ന് പറയാം. സിനിമയുടെ പ്രസന്റിലെ കഥ നടക്കുന്നത് 1979-80 കാലഘട്ടത്തിലാണ്. കുര്യച്ചൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് സിനിമയിലെ കഥ മുമ്പോട്ട് പോകുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം 6 വർഷമായി കാണാതായ കുര്യച്ചനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. കുര്യച്ചനും മോഹൻ ബോത്തനും മലേഷ്യ സന്ദർശിക്കുന്നത് കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിലെ സീൻ 2ാം ലോക മഹായുദ്ധക്കാലത്താണ് നടക്കുന്നത്. ജപ്പാൻ ആ സമയത്ത് മലേഷ്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോയിൽ യുദ്ധത്തെക്കുറിച്ചും ഹിറ്റ്ലറിനെ കുറിച്ചും വാർത്ത പറയുന്നതായി കേൾക്കാം. മലേഷ്യയിൽ ഒരു കായൽ തീരത്തായിരുന്നു മ്ലാത്തി ചേട്ടത്തി പണ്ട് ജീവിച്ചിരുന്നത്. അവരുടെ പേര് സോയി എന്നാണ്. അവരുടെ ഭർത്താവ് കച്ചവടക്കാരനായ യോസിയ മാസങ്ങൾ കൂടുമ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അയാൾ കച്ചവടത്തിനായി വീട് വിട്ടു പോകുമ്പോൾ സോയിയുടെ സംരക്ഷണത്തിനായി അയാൾ ട്രെയിൻ ചെയ്ത പട്ടികൾ ആ വീടിന് ചുറ്റുമുണ്ടായിരുന്നു. സോയിയുടെ സംരക്ഷണം മാത്രമായിരുന്നില്ല, അവരെ പുറത്തെങ്ങും വിടാതെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ കൂടിയാണ് യോസിയ ആ പട്ടികളെ ട്രെയിൻ ചെയ്ത് ഏൽപ്പിച്ചിരുന്നത്. ഒരു ദിവസം യോസിയ ഇന്ത്യക്കാരായ കുര്യനെയും മോഹൻ ബോത്തനെയും ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും അവിടെ താമസിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. ഒറിജിനൽ മലേഷ്യൻ പട്ടിയുടെ ബ്രീഡിനെ അന്വേഷിച്ചായിരുന്നു കുര്യനും മോഹൻ ബോത്തനും അവിടെ എത്തിയത്. കുറച്ചു ദിവസം കഴിഞ്ഞ് യോസിയ ഇല്ലാതെ കുര്യനും മോഹൻ ബോത്തനും സോയിയെ കാണാൻ വരും. അവരൊരു പ്ലാനുമായിട്ടാണ് അവിടേക്ക് വന്നത്. യോസിയ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് സോയിയെ സ്വന്തമാക്കാനായിരുന്നു അവരുടെ പ്ലാൻ. യോസിയെ കള്ളക്കേസിൽ കുടുക്കി മലേഷ്യയിലെ ജയിലിൽ അടച്ചിട്ടായിരുന്നു അവർ രണ്ടുപേരും അവിടേക്ക് വന്നത്. എന്നാൽ യോസിയയുടെ പട്ടികൾ അവരെ രണ്ടുപേരെയും ആ വീട്ടിലേക്ക് അടുപ്പിച്ചില്ല. ആ നായ്ക്കൾ പുറത്തിറങ്ങാൻ ശ്രമിച്ച സോയിയെ കടിക്കുകയും അകത്തേക്ക് തള്ളിയിടുകയും ചെയ്യും. ഇത് കണ്ട മോഹൻ ബോത്തൻ ഉള്ള ജീവനും കൊണ്ട് പ്ലാൻ ഉപേക്ഷിച്ച് മടങ്ങും. എന്നാൽ കുര്യച്ചൻ ദിവസങ്ങളോളം നായ്ക്കൾ മാറുന്നതുവരെ ആ വള്ളത്തിൽ തന്നെ ഇരുന്നു. അവസാനം ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കിയ കുര്യച്ചൻ ബാഗിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ പട്ടികളെയെല്ലാം വെടിവെച്ച് കൊന്ന ശേഷം കുഴിച്ചിടും. ആ സമയം അവിടെ ആ പട്ടികളുടെ കുഞ്ഞുങ്ങളെ കുര്യച്ചൻ കാണും. സോയിയെയും പട്ടിക്കുഞ്ഞുങ്ങളെയും കുര്യച്ചൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കാട്ടുകുന്നിലെ ആ വീട്ടിൽ കുര്യച്ചൻ താമസം തുടങ്ങും. സോയിക്കും കുര്യച്ചനും 2 മക്കളും ഉണ്ടാവും. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് പല കേസുകളിലും കുര്യച്ചൻ പെട്ടു. അങ്ങനെ അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. എന്നാൽ സർവീസിലുണ്ടായിരുന്ന അയാളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കുര്യച്ചൻ പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു. അതിനിടയിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം പോലീസ് സ്റ്റേഷൻ ക്യാമ്പിൽ പിടികൂടിയ നക്സലുകളെ തന്റെ പട്ടികളെ ഉപയോഗിച്ച് കുര്യച്ചൻ ക്രൂരമായി ആക്രമിച്ചത്. അതുകൊണ്ടാണ് അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന പാപ്പച്ചന് കുര്യച്ചനോട് ഇത്രയും ദേഷ്യമുണ്ടായത്. ഈ സീനിൽ 10-20 കൊല്ലം മുമ്പ് ഫോറസ്റ്റ് ഓഫീസറിനെ കുര്യച്ചൻ കുത്തിയ ശേഷം ഒരു ഗുഹയിൽ പോയി ഒളിച്ച കാര്യം പാപ്പച്ചൻ പറയുന്നുണ്ട്. ഇതേ സംഭവത്തെക്കുറിച്ച് മോഹൻ ബോത്തനും ഈ സീനിൽ പറയുന്നുണ്ട്. ആ ഗുഹയിൽ കുടിക്കാൻ 24 മണിക്കൂറും നീരുറവ ഉണ്ടായിരുന്നുവെന്നും കാവലിനും ഭക്ഷണം എത്തിക്കാനും പട്ടികൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ 6 വർഷം മുമ്പ് തന്നെ ചതിച്ച കുര്യച്ചനെ അന്വേഷിച്ച് മോഹൻ ബോത്തൻ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ മോഹൻ ബോത്തന്റെ പിറകെയുണ്ട്. തന്നെ പെടുത്തിയത് കുര്യച്ചനാണെന്നും അയാൾ മ്ലാത്തിച്ചേട്ടത്തിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മ്ലാത്തിച്ചേട്ടത്തിയുടെ പഴയ ഭർത്താവ് യോസിയെ ചതിച്ച കാര്യം മോഹൻ ബോത്തൻ പറയുന്നത്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഡ്രൈവർ അപ്പൂട്ടിയെയും കൂട്ടി കുര്യച്ചൻ മ്ലാത്തിച്ചേട്ടത്തിയെ കാണാൻ വരും. ഒരു കത്തിക്കുത്ത് നടന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന മണികണ്ഠൻ എന്ന പയ്യൻ മറ്റൊരാളെ കുത്തിയ കാര്യവും കുര്യച്ചൻ അപ്പോൾ പറയുന്നുണ്ട്. ഈ മണികണ്ഠനാണ് പിയൂസ് എന്ന സന്ദീപിന്റെ കഥാപാത്രം. വീട്ടിലെത്തിയ കുര്യച്ചനോട് പഴയ ഭർത്താവിനെ ചതിച്ച കാര്യം മ്ലാത്തിച്ചേട്ടത്തി ചോദിക്കുമ്പോൾ കുര്യച്ചൻ അത് സമ്മതിക്കേണ്ടി വരുന്നു. അതിനുശേഷം കുര്യച്ചൻ ഒളിവ് ജീവിതത്തിനായി ഗുഹയിലേക്ക് പോകുന്നു. പിന്നീട് കുര്യച്ചനെ ആരും കണ്ടിട്ടില്ല. 5 വർഷത്തിന് ശേഷം ജയിലിലായിരുന്ന മോഹൻ ബോത്തൻ കുര്യച്ചനോട് പ്രതികാരം ചെയ്യാനായി പുറപ്പെടുന്നു. പല സ്ഥലത്തും അന്വേഷിച്ച് അവസാനം കാട്ടുകുന്നിലെ മലമുകളിൽ അപ്പൂട്ടിയുമായി എത്തിച്ചേരുന്നു. ആ മലമുകളിലെ ഏതോ ഗുഹയിലാണ് കുര്യച്ചൻ ഒളിച്ചു താമസിക്കുന്നത് എന്ന് മോഹൻ ബോത്തൻ അറിയാം. കുര്യച്ചന് കാവലായി ആ ഗുഹയ്ക്ക് പുറത്ത് പട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ പട്ടികളെ വരുതിയിലാക്കാൻ ചെനയുള്ള ഒരു പട്ടിയുമായിട്ടാണ് പോത്തൻ ആ കാട്ടുകുന്നിൽ എത്തിയത്. എന്നാൽ ഇവരെ ലോഡ്ജിൽ നിന്ന് തന്നെ മണികണ്ഠൻ എന്ന പിയൂസ് പിന്തുടരുന്നുണ്ടായിരുന്നു. മണികണ്ഠൻ അന്വേഷിക്കുന്നതും കുര്യച്ചനെയാണ് എന്ന് മനസ്സിലാക്കിയ മോഹൻ ബോത്തൻ ഒരുമിച്ച് നീങ്ങാം എന്ന് മണികണ്ഠനോട് പറയുന്നു. അതിനുശേഷം പട്ടികളുടെ സൗണ്ട് കേട്ട് അതിന്റെ പുറകെ പോയി ഒരു മലയുടെ അറ്റത്ത് നിന്ന് ബൈനോക്കുലറിൽ നോക്കിക്കൊണ്ട് നിന്ന മോഹൻ ബോത്തനെ 2 പട്ടികൾ ആക്രമിക്കുകയും മലയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. മണികണ്ഠനെ മറികടന്നാണ് ആ 2 പട്ടികൾ പോത്തനെ കൊന്നത്. ആ പട്ടികൾ അപ്പോൾ മണികണ്ഠനെ ആക്രമിക്കാതെ മോഹൻ ബോത്തനെ മാത്രമാണ് ആക്രമിച്ചത്. തങ്ങളുടെ മാസ്റ്റർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചാണ് പട്ടികൾ മണികണ്ഠനെ ആക്രമിക്കാതെ പോത്തനെ മാത്രം ആക്രമിച്ചു കൊന്നത്. പോത്തൻ മരണപ്പെട്ടതുകൊണ്ട് പോത്തൻ കൊണ്ടുപോയി കാട്ടിൽ കെട്ടിയിട്ട ആ പട്ടി ആഹാരം കിട്ടാതെ ചത്തു. അതിനുശേഷം 2 മാസങ്ങൾ കഴിഞ്ഞ് മണികണ്ഠൻ പിയൂസ് എന്ന പേരിൽ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ ജോലിക്കാരനായി കയറുന്നു. മണികണ്ഠൻ ആ ജോലി നേടിയത് കള്ളപ്പേരും സ്ഥലപ്പേരും പറഞ്ഞായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് തോട്ട പൊട്ടിച്ച് ആത്മഹത്യ ചെയ്തവരാണ് മണികണ്ഠന്റെ അച്ഛനും അമ്മയും. അന്ന് മണികണ്ഠന് 6 വയസ്സായിരുന്നു. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട മണികണ്ഠനെ വളർത്തിയതും വിശ്വസ്തനായി കൂടെ കൂട്ടിയതും കുര്യച്ചനാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും കുര്യച്ചൻ ശത്രുവായിട്ടും മണികണ്ഠൻ മാത്രം കുര്യച്ചനോട് നന്ദിയുള്ളവനായത്. തന്റെ ഏറ്റവും അനുസരണയുള്ള ഒരു പട്ടിയെപ്പോലെയാണ് കുര്യച്ചൻ മണികണ്ഠനെ വളർത്തിയത്. കുര്യച്ചനോട് ഏറ്റവും കൂറുള്ളതും മണികണ്ഠനാണ്. തന്നെ വളർത്തിയ കുര്യച്ചനെ അന്വേഷിച്ചാണ് മണികണ്ഠൻ പിയൂസ് എന്ന പേരിൽ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ താമസിക്കുന്നത്. ഈ സമയത്താണ് നരേന്റെ കഥാപാത്രമായ നേവി ഓഫീസർ പാപ്പച്ചനും
സീനുമായി കാറിൽ വന്ന് കുര്യച്ചനെ കുറിച്ച് പിയൂസിനോട് തിരക്കുന്നത്. ഈ നേവി ഓഫീസറായ നരേൻ ഡിവൈഎസ്പി ആവാനാണ് സാധ്യത. കാരണം ബിനു പപ്പുവിന്റെ SI കഥാപാത്രം ലോറി ഡ്രൈവറായി വേഷം മാറി നടക്കുകയായിരുന്നു. എന്നാൽ അവസാനം താൻ പോലീസുകാരനാണെന്ന് പിയൂസിനോട് പറയുകയും ഡിവൈഎസ്പിയും ടീമും വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ സീനിൽ പിയൂസിനെ നരേന്റെ കഥാപാത്രവും പാപ്പച്ചനും കാറിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലിരുന്ന ലൈൻമാൻ ബൾബെറിഞ്ഞ് പൊട്ടിക്കുമ്പോഴാണ് ബിനു പപ്പുവിന്റെ കഥാപാത്രം മ്ലാത്തി ചേട്ടത്തിയുടെ വീട് പരിശോധിക്കാൻ കാട്ടുകുന്നിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ നരേന്റെ കഥാപാത്രം തന്നെയായിരിക്കണം ഡിവൈഎസ്പി. കാറിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം പിയൂസിനോട് നരേൻ പറയുന്നുണ്ട് കുര്യച്ചനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ആദ്യം തന്നെ അറിയിക്കണമെന്ന്. എന്നാൽ കുര്യച്ചന്റെ വിശ്വസ്തനായ മണികണ്ഠൻ എന്ന പിയൂസിന് കുര്യച്ചനെ താൻ മാത്രം കണ്ടുപിടിക്കണം എന്നതായിരുന്നു ലക്ഷ്യം. കുര്യച്ചന്റെ ശത്രുക്കളെല്ലാം മണികണ്ഠന്റെ ശത്രുക്കളാണ്. അതിനുശേഷമുള്ള സീനിൽ നരേനും പാപ്പച്ചനും കാർ ഓടിച്ചു പോകുമ്പോൾ കാറിന്റെ ബ്രേക്ക് ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ബ്രേക്കിന്റെ കേബിൾ മുറിച്ചിട്ടുണ്ട് എന്ന് നരേൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ബ്രേക്കിന്റെ കേബിൾ മുറിച്ചിട്ടത് മണികണ്ഠനായിരുന്നു. കുര്യച്ചന്റെ ശത്രുക്കളെ കുര്യച്ചന്റെ അടുത്ത് എത്താൻ മണികണ്ഠൻ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 2 പോലീസുകാരുടെ മരണം കാട്ടിൽ വെച്ച് തന്നെ മണികണ്ഠൻ ഉറപ്പുവരുത്തുന്നത്. മലേഷ്യയിലെ കഥ മ്ലാത്തിച്ചേട്ടത്തി പിയൂസിനോട് പറയുമ്പോൾ പഴയ ഭർത്താവിനെ ചതിച്ചാണ് തന്നെ ഭാര്യയാക്കിയത് എന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. കുര്യച്ചൻ ഒളിവിലായിരുന്ന സമയത്ത് കുര്യച്ചന്റെ പേരിൽ കത്തുകൾ അയച്ചിരുന്നത് അപ്പൂട്ടിയായിരുന്നു. ഈ കത്തുകളെല്ലാം ഒളിവിൽ പോകും മുമ്പ് തന്നെ എഴുതി അപ്പൂട്ടിയെ ഏൽപ്പിച്ചത് കുര്യച്ചനായിരുന്നു. അതിനുശേഷം ഡിവൈഎസ്പിയും പാപ്പച്ചനും മ്ലാത്തിച്ചേട്ടത്തിയെ കാണാൻ വരികയും മണികണ്ഠനാണ് പിയൂസ് എന്ന സത്യം പറയുകയും ചെയ്യുന്നുണ്ട്. കുര്യച്ചൻ എടുത്തു വളർത്തിയ ഏറ്റവും വിശ്വസ്തനായ ഒരു ഒബീഡിയന്റ് ഡോഗായിരുന്നു മണികണ്ഠൻ എന്ന് നരേന്റെ കഥാപാത്രം മ്ലാത്തിച്ചേട്ടത്തിയോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല 6 വർഷം മുമ്പുണ്ടായ ആ കത്തിക്കുത്തിൽ യഥാർത്ഥത്തിൽ മണികണ്ഠനാണ് അയാളെ കുത്തുന്നത്. എന്നാൽ അതിന്റെ പേരിൽ ഒളിവിൽ പോകുന്നത് കുര്യച്ചനാണ്. അതുകൊണ്ട് തന്നെ ആ നന്ദിയും മണികണ്ഠനുണ്ട്. പോലീസുകാരെ കൊന്ന ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ മണികണ്ഠൻ വീണ്ടും പിയൂസായി മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ ജോലിക്കായി വരുന്നുണ്ട്. ആ സമയത്ത് മ്ലാത്തിച്ചേട്ടത്തി ഒരു പാറപ്പുറത്തിരുന്ന് ബൈനോക്കുലറിൽ ദൂരെ മലയിലേക്ക് നോക്കുകയായിരുന്നു. താൻ ആരാണ് എന്ന് മ്ലാത്തിച്ചേട്ടത്തി മനസ്സിലാക്കി എന്ന കാര്യം പിയൂസ് മ്ലാത്തിച്ചേട്ടത്തിയുടെ സംസാരത്തിൽ നിന്നും തിരിച്ചറിയുന്നു. കുര്യച്ചൻ ഗുഹയിൽ ഒളിച്ച് തന്നിഷ്ടത്തിൽ താമസിക്കുവല്ല, കുര്യച്ചനെ ഗുഹയിൽ ജീവപര്യന്തം മ്ലാത്തിച്ചേട്ടത്തി തടവിലാക്കിയിരിക്കുകയാണ് എന്ന സത്യം മണികണ്ഠൻ മനസ്സിലാക്കുകയും മ്ലാത്തിച്ചേട്ടത്തിയെ കൊല്ലാനായി കത്തിയെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം അവിടെയുള്ള നായ്ക്കൾ മണികണ്ഠനെ വളയുന്നുണ്ട്. മ്ലാത്തിച്ചേട്ടത്തിയെ എന്തെങ്കിലും ചെയ്താൽ ആ നായ്ക്കൾ തന്നെ കൊല്ലുമെന്നും ആ പട്ടികളുടെ യഥാർത്ഥ മാസ്റ്റർ മ്ലാത്തിച്ചേട്ടത്തിയാണ് എന്ന് മണികണ്ഠൻ തിരിച്ചറിയുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. തന്നെ ചതിച്ച 2 പേരാണ് കുര്യച്ചനും പോത്തനും എന്ന് മനസ്സിലാക്കിയ മ്ലാത്തിച്ചേട്ടത്തി പോത്തനെ പട്ടികളെ വിട്ട് മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുകയും കുര്യച്ചനെ ജീവപര്യന്തം പട്ടികളെ ഉപയോഗിച്ച് തടവിലാക്കുകയും ചെയ്തു. ഈ സീനിൽ മലേഷ്യയിൽ വെച്ച് നടന്ന ചതിയുടെ കാര്യം പോത്തൻ പറയുമ്പോൾ ആ ഐഡിയ കുര്യച്ചന് പറഞ്ഞു കൊടുത്തത് താനാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ച് വേണമെങ്കിൽ മ്ലാത്തിച്ചേട്ടത്തിക്ക് പട്ടികളെ കൊണ്ട് പോത്തനെ കൊല്ലാമായിരുന്നു. അത് ചെയ്യാത്തത് പോത്തൻ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം കുര്യച്ചൻ വീട്ടിൽ വരുമ്പോൾ അത് സത്യമായിരുന്നു എന്ന് മ്ലാത്തിച്ചേട്ടത്തി തിരിച്ചറിയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും പോത്തൻ പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് 5 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ മോഹൻ പോത്തനെ അപ്പോൾ കൊന്നത്. സിനിമയുടെ ടൈറ്റിലായ എക്കോ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഫ്രം ദ ഇൻഫൈനൈറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നൊരു ക്യാപ്ഷൻ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ ഒരു സ്ട്രക്ചർ തന്നെ കുര്യച്ചൻ എന്ന നിഗൂഢ മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന നിരവധി വ്യത്യസ്ത വ്യക്തികളെ കുറിച്ചാണ്. എക്കോ എന്ന വാക്ക് നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നുവോ എന്നതിന്റെ ഒരു വേരിയേഷൻ ആണ് ഈ ടൈറ്റിൽ. ആ ക്യാപ്ഷനും കൂടി ചേരുമ്പോൾ ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായ ഒരു ടൈറ്റിലാണ് എന്ന് തന്നെ പറയാം. കുര്യച്ചനെ കൊല്ലാതെ തടവിലാക്കാൻ മ്ലാത്തിച്ചേട്ടത്തി തീരുമാനിച്ചതിന് കാരണമുണ്ട്. ഈ സീനിൽ മ്ലാത്തിച്ചേട്ടത്തി കുര്യനോട് പറയുന്നുണ്ട് ജീവപര്യന്തം താൻ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ എന്ന്. അതിന് പ്രതികാരമായാണ് കുര്യച്ചനെ ജീവപര്യന്തം ആ ഗുഹയിൽ തടവിലാക്കിയത്. പാപ്പച്ചൻ ഈ സീനിൽ പറയുന്നുണ്ട് കുര്യച്ചൻ ആ ഗുഹയിൽ അത്രയും നാൾ താമസിക്കുന്ന ആളല്ല എന്ന്. കുര്യച്ചൻ ലക്ഷറി ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഫ്രീഡമാണ് മ്ലാത്തിച്ചേട്ടത്തി ഇല്ലാതാക്കി ജീവപര്യന്തം തടവ് എന്ന ഏറ്റവും വലിയ ശിക്ഷ കുര്യച്ചന് കൊടുക്കുന്നത്. സിനിമയിൽ കുര്യച്ചൻ കൊടുത്ത കത്തുകൾ പല പോസ്റ്റ് ഓഫീസുകളിൽ നിന്നാണ് അപ്പൂട്ടി അയക്കുന്നത്. ഡ്രൈവർ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വഴി കത്തുകൾ അയക്കാൻ അപ്പൂട്ടിക്ക് കഴിയും എന്ന് കുര്യച്ചൻ അറിയാമായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ മണികണ്ഠൻ വീട് വൃത്തിയാക്കുമ്പോൾ ഒരു മുളംകുറ്റി കിട്ടുന്നുണ്ട്. അത് എടുത്ത് കളയുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനവും പാത്രം പോലെ ഇരിക്കുന്ന ആ മുളംകുറ്റി കിട്ടുന്നതായും അതിൽ ചോറുള്ളതായും കാണിക്കുന്നുണ്ട്. പിയൂസ് വീടിന് പുറത്തു പോകുന്ന സമയത്താണ് ആ മുളംകുറ്റിയിൽ പട്ടികൾ വഴി കുര്യച്ചന് ആഹാരം മ്ലാത്തിച്ചേട്ടത്തി എത്തിക്കുന്നത്. ഈ സീനിൽ പിയൂസ് പുറത്തു പോകുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തി ചോറുണ്ടാക്കാനായി അരി മുറത്തിൽ എടുത്തിരിക്കുന്നതായും പിന്നീട് അരി വേവിക്കുന്നതായും കാണിക്കുന്നുണ്ട്. മലേഷ്യയിൽ വെച്ച് രാത്രി കുര്യച്ചനും പോത്തനും യോസിയയും വീടിന് പുറത്ത് സംസാരിച്ചു നിൽക്കുമ്പോൾ സോയി കൊടുത്തയക്കുന്ന ഭക്ഷണം ഒരു പട്ടി കൊണ്ടുവരുന്നത് ഇതേപോലെ ഒരു മുളംകുറ്റിയിലായിരുന്നു. അന്നു മുതൽ തന്നെ മ്ലാത്തിച്ചേട്ടത്തിക്ക് ഈ വിദ്യ അറിയാം. മലേഷ്യയിൽ നിന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ വളർത്തിയപ്പോൾ കുര്യച്ചൻ വിചാരിച്ചിരുന്നത് ആ പട്ടികൾ തന്നെ സംരക്ഷിക്കും എന്നാണ്. പക്ഷെ ശരിക്കും അതിന്റെ മാസ്റ്ററായി മാറിയത് മ്ലാത്തിച്ചേട്ടത്തിയായിരുന്നു. ഈ സീനിൽ മ്ലാത്തിച്ചേട്ടത്തിയുടെ മകൻ വന്ന് അവരോട് പറയുന്നുണ്ട് ടൗണിൽ വീടെടുത്ത് തരാം, ഞങ്ങളുടെ കൂടെ താമസിക്കേണ്ട, ഒറ്റയ്ക്ക് വേണമെങ്കിൽ താമസിച്ചോ എന്നൊക്കെ. പക്ഷെ മ്ലാത്തിച്ചേട്ടത്തി മകന്റെ കൂടെ പോവാതെ ആ കാട്ടുകുന്നിൽ തന്നെ താമസിക്കാൻ കാരണം കുര്യച്ചന്റെ ഓർമ്മകളല്ല, മറിച്ച് തന്റെ പ്രതികാരം തീർക്കാനാണ് മ്ലാത്തിച്ചേട്ടത്തി ആ കാട്ടുകുന്നിൽ തന്നെ നിൽക്കുന്നത്. അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ആ കാട്ടുകുന്ന് തന്നെയാണ്. അവിടെ നിൽക്കുമ്പോൾ നായ്ക്കൾ വഴി കുര്യച്ചന് ഭക്ഷണം എത്തിക്കാനും ഇത്രയും നായ്ക്കളെ കൂട്ടിലടയ്ക്കാതെ വളർത്താനും ദൂരെയുള്ള ഗുഹ ബൈനോക്കുലറിലൂടെ നോക്കാനും കഴിയും. തന്റെ മുൻ ഭർത്താവിനെ ചതിച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനുള്ള പ്രതികാരം ജീവപര്യന്തം തടവായി കുര്യച്ചന് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 6 വർഷമായി മ്ലാത്തിച്ചേട്ടത്തി ആ കാട്ടുകുന്നിൽ കഴിയുന്നത്. ഈ സീനിൽ പിയൂസ് കൊടുക്കുന്ന പാല് മ്ലാത്തിച്ചേട്ടത്തി ഉറുമ്പുകൾക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലുള്ള ഈ സീനിൽ മ്ലാത്തിച്ചേട്ടത്തി കൽക്കണ്ടം വാങ്ങുന്ന കാര്യം പിയൂസിനോട് സംസാരിക്കുന്നുണ്ട്. ആ കൽക്കണ്ടം ഉറുമ്പുകളെ
വീട്ടിലേക്ക് അട്രാക്ട് ചെയ്യാനായിരിക്കും മ്ലാത്തി ചേട്ടത്തി ഉപയോഗിച്ചിരുന്നത്. സിനിമയിൽ കാർ ആക്സിഡന്റിൽ പെട്ട ശേഷം നരേന്റെ നെറ്റിയിൽ ഒരു മുറിവ് ഉണ്ടാകുന്നുണ്ട്. ആ മുറിവ് സിനിമയിൽ അവസാനം വരെ കാണിച്ച് അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അപകടത്തിൽപ്പെട്ട് ഫ്രണ്ട് തകർന്ന കാർ നന്നാക്കിയ ശേഷം പെയിന്റ് അടിക്കാതെ പ്രൈമർ അടിച്ചു വെച്ചിരിക്കുന്നതായി കാണിച്ച് ആ കാര്യവും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സീനിൽ പട്ടി പ്രസവിക്കുമ്പോൾ അതിന്റെ കുഞ്ഞിനെ അപ്പുറത്തുള്ള ഒരു ചേട്ടന് കൊടുക്കാമോ എന്ന് പിയൂസ് മ്ലാത്തി ചേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കില്ല എന്ന് മ്ലാത്തി ചേട്ടത്തി പറയുന്നുണ്ട്. ആ സീൻ കാണുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും മ്ലാത്തി ചേട്ടത്തിക്ക് നായ്ക്കളെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. എന്നാൽ തന്റെ പ്രതികാരത്തിനായി മ്ലാത്തി ചേട്ടത്തി ആ മലമുകളിൽ നായ്ക്കളെ കൊണ്ടുള്ള ഒരു സൈന്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഒരു സൈന്യത്തെ. അതുകൊണ്ടാണ് ആ പട്ടിക്കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കാൻ അവർ തയ്യാറാവാത്തത്. ഈ സീനിൽ മലേഷ്യയിൽ വെച്ച് പട്ടികളെ കൊന്ന് കുഴിച്ചിട്ട് കുര്യച്ചൻ സോയിയോട് സംസാരിച്ചു നിൽക്കുമ്പോൾ രണ്ടുപേർ അവിടേക്ക് വള്ളത്തിൽ തുഴഞ്ഞു വരുന്നതായി കാണാം. ആ സമയം യുദ്ധം നടക്കുവാണെന്നും മലേഷ്യയിൽ സ്ത്രീകൾ സേഫ് അല്ല, പക്ഷെ തന്റെ വീട്ടിൽ ഡോഗ്സ് ഉണ്ടായതുകൊണ്ട് സേഫ് ആണെന്നും യോസിയ അതിനു മുമ്പ് പറഞ്ഞിരുന്നു. യോസിയ ജയിലിലായി പട്ടികളുടെ ശബ്ദം കേൾക്കാതായതും പട്ടികളെ കാണാതായതും കൊണ്ട് ഈ അവസരം മുതലാക്കി സോയിയെ തേടി വന്നവരാണ് അവർ രണ്ടുപേരും. എന്നാൽ കുര്യച്ചൻ അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവർ തിരിച്ചു തുഴഞ്ഞു പോകുന്നുണ്ട്. പിയൂസ് മാത്രമല്ല, ഡ്രൈവർ അപ്പൂട്ടിയും കുര്യച്ചനോട് കൂറുള്ള ഒരു വിശ്വസ്തനായിരുന്നു. ഡോക്ടർ വരുമ്പോൾ പിയൂസിനോട് എപ്പോഴും മ്ലാത്തിച്ചേട്ടത്തിയുടെ അരികിൽ തന്നെ നിൽക്കാൻ അപ്പൂട്ടി ആവശ്യപ്പെടുന്നുണ്ട്. നരേന്റെ സന്ദർശനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തിയെ കുഴപ്പത്തിലാക്കുന്ന അധികം വിവരങ്ങൾ പറയരുത് എന്നും അപ്പൂട്ടി പിയൂസിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഹി വാസ് ഓൾവേസ് ലോയൽ ടു കുര്യച്ചൻ. സിനിമയിൽ നരേന്റെ കഥാപാത്രം ഒരു തിയേറ്ററിൽ പേൾ വ്യൂ മർഡർ കേസ് എന്നൊരു സിനിമ കണ്ട ശേഷം പാപ്പച്ചനോട് മണികണ്ഠനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിനിമയുടെ കഥ തന്റെ കഥയാണെന്നും പറഞ്ഞ് മണികണ്ഠൻ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടാൻ നോക്കിയ കാര്യവും പറയുന്നുണ്ട്. 1970 നസീർ നായകനായ പേൾ വ്യൂ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ കാണിക്കുന്ന പേൾ വ്യൂ മർഡർ കേസ് എന്ന സിനിമയ്ക്ക് ആ സിനിമയുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ നസീറിന്റെ ആ സിനിമയിൽ ക്ലൈമാക്സിൽ കാറിന്റെ ബ്രേക്ക് പൊട്ടിക്കുന്നതായും കാർ ഒരു മരത്തിലിടിച്ച് നിൽക്കുന്നതുമായ ഒരു സീനുണ്ട്. അതേപോലെ ഈ സിനിമയിലും ബ്രേക്ക് പൊട്ടിയ കാർ നരേൻ മരത്തിലിടിച്ച് നിർത്തുന്നുണ്ട്. മലേഷ്യയിൽ വെച്ച് കുര്യച്ചൻ ഡ്രസ് എടുക്കുന്ന ബാഗ് കൂർഗ് കെണൽ ക്ലബിന്റെയാണ്. അതിൽ ഒരു പട്ടിയുടെ ലോഗോയും കാണാം. ഇതേ ലോഗോയുള്ള കലണ്ടറാണ് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലും ഇട്ടിരിക്കുന്നത്. മണികണ്ഠൻ എന്ന പിയൂസിന് ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ ക്ലൈമാക്സ് കഴിയുന്നതോടെ സിനിമ കണ്ട പലർക്കും ഉണ്ടായി കാണും. മണികണ്ഠൻ ഇനി പുറം ലോകം കാണണമെങ്കിൽ മ്ലാത്തിച്ചേട്ടത്തി വിചാരിക്കണം. മ്ലാത്തിച്ചേട്ടത്തിയെ കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആ നായ്ക്കൾ മണികണ്ഠനെ അനുവദിക്കില്ല. പരസ്പര വിശ്വാസത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നതാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഒരുപക്ഷെ പണ്ട് മലേഷ്യയിൽ വെച്ച് തന്റെ ഭർത്താവിനെ ചതിച്ചാണ് കുര്യച്ചൻ തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന സത്യം മ്ലാത്തിച്ചേട്ടത്തി മണികണ്ഠനോട് പറയുവാണെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരി എന്ന് മണികണ്ഠൻ തിരിച്ചറിയും. മലായ ഭാഷയിൽ എക്കോ എന്ന വാക്കിന് ടെയിൽ, അതായത് വാൽ എന്നാണ് അർത്ഥം. വിധേയത്വം എന്നർത്ഥം വരുന്ന രീതിയിൽ അതാവും ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന മീനിങ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.